സംസ്ഥാനം 75 ജില്ലകൾ 2011 സെൻസസ് പ്രകാരം 19,95,81,477 വരുന്ന ജനസംഖ്യ. ഏറ്റവും വലിയ വ്യാവസായിക നഗരം. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ വിധിയെ പോലും സ്വാധീനിക്കാൻ പ്രാപ്തിയുള്ള നഗരം. വടക്ക് നേപ്പാൾ, വടക്ക് പടിഞ്ഞാറ് ഹിമാചൽ പ്രദേശ്, തെക്ക് മധ്യപ്രദേശ്, പടിഞ്ഞാറ് ഹരിയാന, തെക്ക് പടിഞ്ഞാറായി രാജസ്ഥാൻ, കിഴക്ക് ബീഹാർ. ഇങ്ങനെ അതിർത്തി പങ്കിടുന്ന UP അഥവാ ഉത്തർപ്രദേശ്. നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 10 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഇന്ത്യ മുന്നണിക്കും SP-ക്കും പ്രതീക്ഷയൊരുക്കുന്നുണ്ട്. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഉൾപ്പെടെ 9 നിയമസഭാ അംഗങ്ങൾ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. ക്രിമിനൽ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച കാൺപൂരിലെ സിസാമാവിൽ നിന്നുള്ള SP MLA ആയ ഇർഫാൻ സോളങ്കി അയോഗ്യനാക്കപ്പെട്ടതോടെ 10 സീറ്റിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. BJP-യും സഖ്യകക്ഷികളും 2014 73 ലോക്സഭാ സീറ്റുകളും 2019 64 സീറ്റുകളും നേടി. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷികളുമായി ചേർന്ന് ആകെ 273 സീറ്റുകളാണ് BJP നേടിയത്. 2019 BJP-യും NDA-യും തൂത്തുവാരിയ UP-യിൽ 2024 എത്തുമ്പോൾ വലിയ രാഷ്ട്രീയ ചേരിതിരിവ് സംഭവിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 80-ൽ 43 സീറ്റുകളും ഇന്ത്യ ബ്ലോക്ക് നേടി. 37 സീറ്റുകൾ SP-ക്കും 6 സീറ്റുകൾ കോൺഗ്രസിന് ലഭിച്ചു. ആ രാഷ്ട്രീയ മാറ്റത്തിന്റെ കാറ്റ് BJP-യെ ഒന്ന് ഉലച്ചു. അയോധ്യ പോലും കൈവിട്ട BJP-യുടെ ഭാവി ഇനി വരാനിരിക്കുന്ന 10 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ്. 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള അടിത്തറ ഒരുക്കേണ്ടത് ഇവിടെ നിന്നുമാണ്. അതുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും മുൻപേ യുദ്ധത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞു BJP. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയവും ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ എന്നീ അവലോകനങ്ങൾക്ക് BJP ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷ് ലക്നൌവിലെത്തിക്കഴിഞ്ഞു. 10 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ വിജയം BJP-ക്കും യോഗിക്കും ഏറെ നിർണായകമാണ്. BJP തോറ്റാൽ യോഗിയുടെ കസാരയ്ക്ക് പോലും ഇളക്കം സംഭവിക്കും. അതുകൊണ്ട് ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ നിയന്ത്രണം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് ഏറ്റെടുത്തു കഴിഞ്ഞു. സ്ഥാനാർത്ഥി നിർണയവും പ്രവർത്തനവും തന്ത്രവുമെല്ലാം യോഗി തന്നെ നിയന്ത്രിക്കും. സ്ഥാനാർത്ഥിയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ യോഗിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ 2 മന്ത്രിമാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. സാധാരണയായി നേരിട്ട് ഇത്തരത്തിലുള്ള ഇടപെടൽ യോഗിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. നീണ്ട 12 വർഷവും 4 തെരഞ്ഞെടുപ്പുകളും വേണ്ടിവന്നു അഖിലേഷ് യാദവിന് BJP-ക്ക് മുൻപിൽ വിജയക്കൊടി പാറിക്കാൻ. അതുകൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പ് അഖിലേഷിനും ഏറെ നിർണായകം തന്നെയാണ്. 2024 പാർലമെന്റ് സമ്മേളനം അവസാനിച്ച ഉടൻ അഖിലേഷ് യാദവ് ലക്നൌവിലെ ഓഫീസിലെത്തി ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയുടെ വിവരങ്ങൾ SP-യുടെ നേതാക്കളിൽ നിന്നും അഖിലേഷ് ശേഖരിച്ചും കഴിഞ്ഞു. ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യൻ സഖ്യം ഒറ്റക്കെട്ടായി പോരാടുമെന്നും ഉടൻ തന്നെ സഖ്യത്തിന്റെ നേതാക്കൾ യോഗം ചേർന്ന് സീറ്റുകളിലും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും ചർച്ച ചെയ്യുമെന്നും UP കോൺഗ്രസ് കമ്മിറ്റി അറിയിച്ചിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 80 സീറ്റിൽ ഭൂരിഭാഗവും SP-യും കോൺഗ്രസും നേടിയത് അഖിലേഷിന് വലിയ പ്രതീക്ഷ തന്നെയാണ്. ഗർഹാൽ, മിൽക്കിപൂർ, മീരാപൂർ, കുന്ദർഗി, ഗാസിയാബാദ്, ഖൈർ, കടേഹാരി, ഫൂൽപൂർ, മഝാവൻ, സിസാമാവു എന്നീ മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്നാൽ ഈ മണ്ഡലങ്ങളെല്ലാം BJP-ക്ക് വെല്ലുവിളിയാണ്. ജയിക്കുക അത്ര എളുപ്പമല്ല. NDA-യിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരെ പരിശോധിച്ചാൽ രാഷ്ട്രീയ ലോക്ദളിന്റെ ചന്ദൻ ചൗഹാൻ, BJP-യുടെ അതുൽ ഗാർഗ്, അനൂപ് വാൽമീകി, പ്രവീൺ പട്ടേൽ, നിർബൽ, ഇന്ത്യൻ ശോഷിത് ഹമാരെ ആംഗ്ദളിന്റെ നിഷാദ്, വിനോദ് കുമാർ BN, സമാജ്വാദി പാർട്ടിയുടെ പരിശോധിക്കുകയാണെങ്കിൽ നേതാവായ അഖിലേഷ് യാദവും പാർട്ടി MLA-മാരായ സിയാവൂർ റഹ്മാൻ, ലാൽജി വർമ്മ, അവതേഷ് പ്രസാദ് എന്നിവരും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഇനി ഓരോ മണ്ഡല അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ ആദ്യത്തേത് ഗർഹാൽ. കനൌജിൽ നിന്നുള്ള MP-യായി വിജയിച്ച അഖിലേഷാണ് ഗർഹാലിലെ MLA ആയിരുന്നു. അഖിലേഷ് യാദവിന്റെ വിജയമാണ് ഗർഹാനിലെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് വഴിതെളിച്ചത്. അതുകൊണ്ട് ആ സീറ്റിൽ SP-യുടെ തന്നെ സ്ഥാനാർത്ഥിയായി അഖിലേഷ് യാദവിന്റെ അനന്തരവനായ തേജ് സിംഗ് പ്രതാപിനെ മത്സരിപ്പിക്കാനാണ് SP-യുടെ നീക്കം. അടുത്തത് മിൽക്കിപൂർ. മിൽക്കിപൂർ ഈയടുത്ത് ഏറെ ശ്രദ്ധേയമായ മണ്ഡലമാണ്. MLA അവതേഷ് പ്രസാദ് ആയിരുന്നു. അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലം BJP-യിൽ നിന്നും പിടിച്ചെടുത്തത് അവതേഷ് പ്രസാദാണ്.
9 തവണ മിൽക്കിപൂരിലെ MLA ആയി വിജയിച്ച വ്യക്തിയാണ് അവധേഷ് പ്രസാദ്. ഇപ്പോൾ ഫൈസാബാദ് MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ഉപതെരഞ്ഞെടുപ്പിന് നീങ്ങുകയാണ് മണ്ഡലം. അജിത് പ്രസാദിനെ SP സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനാണ് ഇവിടുത്തെ നീക്കം. ഈ സീറ്റ് BJPക്ക് ഏറെ നിർണായകം തന്നെയാണ്. അടുത്തത് സിസാമാവു. ക്രിമിനൽ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച കാൺപൂരിലെ സിസാമാവിൽ നിന്നുള്ള SP MLA ആയ ഇർഫാൻ സോളങ്കി അയോഗ്യനാക്കപ്പെട്ടതോടെയാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ആ സീറ്റിലേക്ക് ഇർഫാൻ കുടുംബത്തിൽ നിന്നുള്ള ഒരാൾക്ക് അവസരം ലഭിക്കും. ഇർഫാൻ കുടുംബത്തിന് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം SPക്ക് ഏറെ അനുകൂലവുമാവും. അടുത്തത് കുനാർവി. സംബാൽ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന നിയമസഭാ മണ്ഡലമാണ് കുനാർവി. ഏകദേശം 60% മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ട് തന്നെ SPക്ക് വലിയ പിന്തുണ പ്രതീക്ഷിക്കാവുന്ന മണ്ഡലമാണ്. SP കോട്ടയായാണ് മണ്ഡലം അറിയപ്പെടുന്നത്. അടുത്തത് കടേഹാരി. അംബേദ്കർ നഗർ ലോക്സഭാ സീറ്റിന്റെ ഭാഗമാണ് കടേഹാരി. മുതിർന്ന സമാജ്വാദി പാർട്ടി നേതാവായ ലാൽജി വർമ്മ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. അടുത്തത് മീരാപൂർ. മുസാഫിർ നഗരം ഉൾപ്പെടുന്ന മീരാപൂർ BJPക്ക് അത്ര എളുപ്പമാവില്ല. 2022 RLD SP സഖ്യം വിജയിച്ചു. ചന്ദൻ ചൗഹാൻ ഇപ്പോൾ MP-യുമാണ്. ഫൂൽപൂർ വിജയിച്ചത് BJP സ്ഥാനാർത്ഥിയായ പ്രവീൺ പട്ടേൽ ആണെങ്കിലും പ്രവീൺ പട്ടേലിന്റെ സ്വന്തം നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ വോട്ട് ശതമാനത്തിൽ വലിയ പിന്നിലാണ് എന്നുള്ളത് BJPക്ക് ഉള്ളിൽ ഭയമുണ്ടാക്കുന്നുണ്ട്. എന്നാൽ അതേ ഭയം തന്നെയാണ് SP-യുടെ പ്രതീക്ഷയും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ പരാജയത്തിലും പാർട്ടിയുടെ സംഘടനാ സംവിധാനങ്ങൾ തകർന്നിട്ടില്ല എന്ന് ജനസമൂഹത്തെ ബോധ്യപ്പെടുത്താനുമുള്ളതാണ് BJPയെ സംബന്ധിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പ്. BJPയുടെ കോട്ടക്കൊത്തളത്തിലേക്ക് 2024 ഇന്ത്യ സഖ്യം നടത്തിയത് മിന്നൽ പ്രവേശനം തന്നെയാണ് എന്ന് അക്കമിട്ട് ഉറപ്പിക്കാനും കോൺഗ്രസ് തങ്ങളുടെ പഴയ ശക്തി കേന്ദ്രത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ വേരിളക്കുന്നു എന്ന് പാർട്ടി നേതാക്കന്മാർക്കും അണികൾക്കും ആത്മവിശ്വാസം പകരാനുമുള്ള അവസരം കൂടിയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ്. വ്യത്യസ്തമാർന്ന രണ്ട് രാഷ്ട്രീയ ആശയങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഇനി അറിയേണ്ടത് ജനം ആർക്കൊപ്പം നിൽക്കും എന്നാണ്.